ഹലോ ഗായ്സ്, ടോക്കിംഗ് ബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് ഹൈദരാബാദിലാണ്. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ രാമോജി ഫിലിം സിറ്റിയാണ്. വണ്ടി എടുക്കുക ദാസപ്പ ഫിലിം സിറ്റിയിലോട്ട്. പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. നമ്മളങ്ങനെ രാമോജി ഫിലിം സിറ്റിയുടെ ഫ്രണ്ട് കവാടത്തിലെത്തിയിരിക്കുന്നു. 40 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട്. ഹൈദരാബാദ് എയർപോർട്ടിൽ 40 കിലോമീറ്റർ ഉണ്ടല്ലേ? അതെ, നമ്മളൊരു ഫീഡർ ബസ് എടുത്തിട്ട് നമ്മൾ ആദ്യം കണ്ടൊരു ഡെസ്റ്റിനേഷനിലെത്തി. അവിടുന്ന് ലോക്കൽ ബസ് പിടിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുക ചെയ്തത്. ഓ, നല്ല രസമുണ്ടല്ലേ ഫ്രണ്ട് കാണാൻ? നല്ല അതിവിശാലമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഫ്രണ്ട് കടന്ന് നേരെ ഇങ്ങോട്ട് നടക്കുക കേട്ടോ. എല്ലാവരും തന്നെ വണ്ടിയിലാണ് വരുന്നത്, നമ്മൾ മാത്രം ബസ് പിടിച്ച് പയ്യെ നടന്നു വരിക. അതാണല്ലോ ഒരു പ്രത്യേക ഇത്. നമ്മുടെ അവിടുത്തെ എക്സ്പ്ലോർ ചെയ്ത് പോകണം. വണ്ടിയെ പോകുന്നതിന് ഒരു ഇത് സുഖം ഉണ്ടാവില്ലല്ലോ. ആ ദൂരെ കണ്ടോ രാമോജി ഫിലിം സിറ്റിയുടെ ആ ഒരു പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു തൂണൊക്കെ? ദേ അതല്ലേ? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ. എത്രയാണാവോ ടിക്കറ്റ് കയറി കാണുന്നതിന്? അത് നമുക്ക് ഓരോ ഇതിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ബസ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ ഇത് നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഫിലിം സിറ്റിയുടെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 9 AM ടു 5:30 PM ആണ്. പിന്നെ നമ്മുടെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 3 കാറ്റഗറീസ് ഓഫ് ടിക്കറ്റാണ് വരുന്നത്. ഒന്ന് സ്റ്റുഡിയോ ടൂറ്, ഒന്ന് സ്റ്റാർ എക്സ്പീരിയൻസ്. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ടൂറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നോൺ AC വിൻറ്റേജ് ബസ് മാത്രമാണ് വരുന്നത്. നമ്മുടെ രാമോജി ഫിലിം സിറ്റിക്കകത്തോടുള്ള ട്രാവൽ നമുക്ക് റേറ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് അഡൾട്ട്സിന് 1450 കുട്ടികൾക്ക് 1250 ആണ് റേറ്റ് വരുന്നത്. നമ്മുടെ സ്റ്റാർ എക്സ്പീരിയൻസിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഒരു AC കോച്ചും പിന്നെ നമുക്ക് ബൊഫറ്റ് ലഞ്ചുമാണ്. അതിൽ പ്രൈസ് വരുന്നത് അഡൽട്ട്സിന് 3000ഉം കുട്ടികൾക്ക് 2800ഉമാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഡ്വെഞ്ചർ കോംബോ പാക്കേജസ് ഉണ്ട്. അത് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അത് അഡൽട്ട്സിന് 1200ഉം കുട്ടികൾക്ക് 1000ഉമാണ് വരുന്നത്. അപ്പോൾ ഈ നമ്മൾ ആദ്യം കണ്ട ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫിലിം സിറ്റിയിലെ ഫീഡർ ബസ്സിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പം നമ്മൾ ഈ യാത്രയിൽ എടുത്തിരിക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത് സ്റ്റുഡിയോ ടൂറാണ്. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ AC വിൻറ്റേജ് ബസ്സാണ്. എന്ത് മനോഹരമാണല്ലേ, നമ്മൾ കയറുമ്പോൾ തന്നെ ആ ലൈക്ക് ആ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 1666 ഏക്കറിനകത്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അത്രയും വൈഡറാണ് നമ്മുടെ പ്രോപ്പർട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി. 1000കണക്കിന് സിനിമകൾ ഷൂട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണിതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അല്ലേ? അങ്ങനെ നമ്മൾ സിനിമയുടെ ലോകത്തേക്ക് ഇതാ വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ഇന്ത്യൻ സിനിമയുടെ ഹൃദയഭാഗത്തേക്ക് അല്ലേ? യെസ്, അതെ, ഹൃദയഭാഗത്തോട്ട്. നല്ല ഒരുപാട് ഇതായിട്ട് റോഡുകളുണ്ട് കേട്ടോ. അതെ, ആ രാമോജി എന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ തൂണുകളിൽ? അതിൻ്റെ മാറ്റ് തന്നെ ഒന്ന് തന്നെയല്ലേ? ഈ സംഭവം നമ്മൾ അപ്പുറത്തുനിന്ന് ആദ്യമേ ഫസ്റ്റ് കണ്ടത് ആ വലിയ ഇത് കണ്ടില്ലേ? എന്ത് സൈസിലല്ലേ അതൊക്കെ നിർമ്മിച്ചേക്കണത്? അത് തന്നെ. ഇതൊക്കെയാ പൂക്കള്, എന്ത് തിക്കാ കളറ്. 1666 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണിത്. അതെ അതെ, ഏറ്റവും വലിയ ഫിലിം സിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. ആദ്യം ഞാൻ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമില്ലേ, ഇത് ഏതൊരു വരണ്ട മരുഭൂമിയായിട്ട് തോന്നി. അതെ, നമുക്കൊരു പ്രത്യേകിച്ച് ഇതിനകത്ത് എന്താ കാണാനുള്ളതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഉള്ളിലോട്ട് കയറുമ്പം ഓരോരോ സ്ഥലങ്ങൾ വരുമ്പം ഒരു ഫീലാണ്, പ്രത്യേക സ്ഥലം. നമുക്കൊരു എല്ലാം ഉണ്ട് അവിടെ. ഏത് രീതിയിൽ മാറ്റണോ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഉണ്ട് ആ ഫിലിം സിറ്റിയിൽ എന്ന് പറയാം. ഈ ഒരു ഭാഗത്തെ ആ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയെടുത്ത ഒരു ഭയങ്കര ഒരു ഇന്നോവേറ്റീവ് ഐഡിയയും അതുകൂടെ എന്തോരം മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ അവിടെ വന്നിരിക്കുന്നത്. അതെ അതെ, ഈ കാണുന്ന സ്ഥലങ്ങൾ നോക്കി ഇത് എങ്ങനെ വേണേലും മാറ്റാലോ. ഇതുങ്ങൾക്ക് ഓരോ സ്ഥലത്തോടെ ഇറങ്ങി തിരിഞ്ഞു പോകുന്നു നോക്കി. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഏത് വേണം, നഗരം വേണോ, ഗ്രാമം വേണോ, നാട് വേണോ, കാട് വേണോ, മരുഭൂമി വേണോ, എന്തും കിട്ടും ഇവിടെ ചെന്നാ. ഇപ്പൊ തന്നെ നമുക്ക് ദൂരേന്ന് കാണാൻ കണ്ട ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇതൊക്കെ സെറ്റാണ്. നമ്മൾ കൂടുതൽ ആ സെറ്റുകളുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ ദൂരെ കാണുന്നൊക്കെ ഓരോരോ സെറ്റുകളും എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ഒറ്റ സൈറ്റിൽ വന്നാൽ മതി. ഒരു ഫിലിമിനെ കംപ്ലീറ്റ് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കൂലേ. പല പല ഫിലിംസ് പല രീതിയിൽ നമുക്ക് ഓരോ സ്ഥിതി കാണാൻ പറ്റും. മരുഭൂമിയിൽ, നാട്ടിൽ, കാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് എല്ലാം കാണാം. 10-15 ഫിലിം സൈമിൾട്ടേനിയസ്ലി തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടെ. അവർ ആ റോഡൊക്കെ നല്ല അടിപൊളിയാക്കി അല്ലേ? നിങ്ങൾക്ക് ഓരോ സെറ്റ് ഇട്ട് വെച്ചേക്കുന്ന നോക്കി. ആ സെറ്റല്ല അല്ലേ? അതെ അതെ, അതൊക്കെ സെറ്റാണ്.
കണ്ടില്ലേ? നമ്മൾ അടുത്ത എൻട്രിയിലോട്ട് കയറി റോഡും ഇനി എല്ലാം. നമ്മളൊരു മെയിൻ ഭാഗത്തേക്ക് എത്തുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ അവിടെ എത്തിയത്? ഞാൻ ഓർക്കുന്നു. ഇതിന്റെ ഓണറും ഇവിടെ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഇടെ മരണപ്പെട്ടു. നമ്മൾ ആ ന്യൂസൊക്കെ കണ്ടതാണല്ലോ. ആ ഹാ ഹാ കണ്ട, ഇവിടെ മുതലേ തുടങ്ങുന്നു ആ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒറിജിനലാണെന്ന്, പക്ഷെ ഇതൊക്കെ ആ സെറ്റ് ഇട്ടേക്കുന്ന രീതിയിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ഒറിജിനൽ ഉണ്ടാവും. ആ ബസ്സൊക്കെ കണ്ടില്ലേ? നമ്മളൊരു ഓപ്പൺ ബസ്സിലാണ് കയറിയത്. ഓ ദേ ആ സെറ്റ് നോക്കിക്കടാ, സെറ്റ് നോക്കിക്കേ, കണ്ടില്ലേ? അപ്പുറ ഭാഗത്തൊക്കെ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? കാണുന്നു കാണുന്നു. ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ സെറ്റ് ഇട്ടതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് തോന്നുന്നുണ്ടോ ആ കാണുന്ന ബിൽഡിംഗ് ബിൽഡിംഗ് ആയിട്ട് തോന്നുന്നത്? അത് ഒറിജിനൽ ബിൽഡിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹൈക്കോർട്ട് പോലെയുണ്ടല്ലേ എറണാകുളത്തെ? അതെ അതെ, എറണാകുളത്ത് ഹൈക്കോർട്ട് പോലെയുണ്ട്. എടാ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മൾ അവിടെ ഫ്രഷപ്പ് ആകാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് നേരത്തെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രഷപ്പ് ആകാൻ വേണ്ടി നമുക്ക് ആ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടന്നില്ലേ? അവിടെ ഉണ്ടായിരുന്നു. അവിടെ സ്ഥലം ഉണ്ടായിരുന്നു പല്ല് തേക്കാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും പിന്നെ കുറച്ച് ഫുഡ് കഴിക്കാനൊക്കെ. അത് നമുക്കൊരു ഇതാട്ടോ. അതിപ്പോൾ നമ്മൾ ഇപ്പം എന്താ ഡയറക്റ്റിങ് പോന്നാലും നമുക്കൊന്ന് ഫ്രഷ് ആവാനുള്ള സ്ഥലമുണ്ട്. ഫ്ലൈറ്റിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വന്നിട്ട് നേരെ ഡയറക്റ്റ് വന്ന് നമുക്ക് കാണാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ദൂരെ നിന്ന് വരുന്നവർ വിഷമിക്കേണ്ട, വേറെ ഹോട്ടലൊന്നും എടുക്കണ്ട. ഇവിടെ തന്നെ സെറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും കുളിക്കാനും എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ നേരത്തെയും കാലത്ത് എത്തണം എന്ന് മാത്രം. 9 മണിക്ക് മുമ്പ് ചെന്നാൽ എല്ലാം ചെയ്തിട്ട് നമുക്ക് കയറി കാണാം. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തിട്ട് കയറിയത്. അപ്പോൾ രാവിലെ തന്നെ എത്തിപ്പെടാൻ ശ്രമിക്കുക. ഇവിടെ കണ്ടു തീർക്കുന്നവർ ഒരു ദിവസം കംപ്ലീറ്റ് എന്തായാലും വേണ്ടി വരും. ഇതൊക്കെ സെറ്റ് ഇട്ടേക്കണേ കേട്ടോ. നമ്മൾ ആ ബിൽഡിംഗ് കണ്ടതും എല്ലാം സെറ്റാണ്. നമ്മൾ വിചാരിക്കും ഒറിജിനൽ ഫൗണ്ടൻ ആണെന്നുള്ളത്. എല്ലാം സെറ്റ് ഇട്ടേക്കണതാണ്. ഈ കാണുന്ന തൂണുകൾ കംപ്ലീറ്റും ഇരുമ്പാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റല. ഇരുമ്പല്ല, അത് കണ്ട ഒറിജിനലായിട്ട് തന്നെ തോന്നുന്ന. അതേ സൈഡിൽ കോട്ട കണ്ടോടാ? ഓരോ കോട്ട. ഇത് ഓരോ സിനിമയിലെ ഓരോ കോട്ടകളൊക്കെയാ. ഈ സിനിമയ്ക്ക് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ നിന്ന് അഴിക്കുന്നില്ല. പുതിയ പുതിയ സെറ്റ് ഇട്ട് ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക. 1666 ഏക്കർ കിടപ്പുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ഏരിയ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല എന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയേക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിക്കുള്ളത്. അത് പ്രദർശിപ്പിച്ചേക്കണ കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇറങ്ങി നടന്ന് കാണുന്നുണ്ട്. ഇതേടാ ഈഫൽ ടവർ കണ്ടോടാ നടുക്ക് വെച്ചേക്കണത്? ഈ ഭാഗത്തൊക്കെ നമുക്ക് കുറേ വീഗാലാൻഡ് ടൈപ്പ് കളികളൊക്കെ ഈ ചെറിയ ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ളതും ഇങ്ങനെ ഊഞ്ഞാല് പോലെ ആടാനുള്ളതും എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. അത് കണ്ടില്ലേ? അത് ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോരുന്ന സമയത്ത് നമ്മളവിടെ കയറിയത്. നല്ല രസമുണ്ട് കാണാൻ. ഈ കാണുന്നതൊക്കെ കോപ്പറും കൊണ്ടുണ്ടാക്കിയ ലൈറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല അല്ലേ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കില്ല. നമ്മളങ്ങനെ ആ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ആ ഏരിയയൊക്കെ കവർ ചെയ്ത് നമ്മൾ അടുത്ത അവർ ഈ എല്ലാ സ്ഥലത്തും അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ? ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പോകണം. അത് നല്ല പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വഴി തെറ്റൂല. ഇത്ര ഏരിയയിലേക്ക് കവർ ചെയ്യണ്ടേ? പക്ഷെ ഇവിടെ ആ ബസ്സിൽ പോകുക അല്ലെങ്കിൽ ഇങ്ങനെ പോകുകയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റി പോകും. ഈ ഏരിയയിൽ ഇത്രയും ഏരിയയിൽ എവിടെയെങ്കിലും അകപ്പെട്ട് പോയി കഴിഞ്ഞാലേ, ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് ഇറങ്ങേണ്ടത് പോലെ നമുക്ക് പിടികിട്ടത്തില്ലല്ലോ. അതെ. ഇത് കണ്ട, നമ്മളിനി കാണാൻ പോകുന്ന ഒരു റഷ്യൻ നാടകമാണ്. പഴയ നാടകമില്ലേ, റഷ്യക്കാരുടെയൊക്കെ പഴയ ഇതില്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നമ്മൾ ഓടിച്ചങ്ങ് പോവുക ചെയ്യുന്നത് ഈ വീഡിയോയിൽ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവുക എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് നാടകവും കാര്യങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരുന്നതെന്നുള്ളത്. അപ്പം ഈ ടിക്കറ്റ്, ഫുഡിനുള്ള കാശൊക്കെ നമുക്ക് എക്സ്ട്രയാണ്. ഈ ടിക്കറ്റ് ബാക്കിയുള്ളതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സ്ഥലത്ത് മാത്രം നമ്മൾ വേറെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ നാടക സെറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഓടിച്ചങ്ങ് പോവുകയാണ്. ജസ്റ്റ് നമുക്ക് അറിയാം എന്താണ് നടക്കുന്നതെന്നുള്ളത്. വിശദമായി കാണേണ്ടവർ നമ്മുടെ ഈ വീഡിയോ നമുക്ക് വിശദമായിട്ട് തന്നെ അതേ രീതിയിൽ അവരുടെ പ്രസന്റേഷൻ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. ഒരു കോമഡി മിക്സ് ആയിട്ട് നമ്മുടെ പണ്ടത്തെ ഒരു ട്രെൻഡി നാടകമാണ് അല്ലേ? അതെ അതെ. കൗബോയ്സ് ഒക്കെ വന്ന് ഒരു വെടിവെക്കലും രക്ഷിക്കലും പിന്നെ അവസാനം ശുഭപര്യവസായമായി എന്നും പറഞ്ഞ് എഴുതി കാണിക്കലും. ഇത് ഓടിച്ച് കാണിക്കുമ്പോഴത്തേക്ക് അത്ര ഫീൽ തോന്നൂല കേട്ടോ. പക്ഷെ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. ഫുള്ള് അവിടെ ഭയങ്കര സ്പീക്കറൊക്കെ വെച്ച് നമുക്ക് നല്ല
ആംബിയൻസ് തരും. ആംബിയൻസും ആ സൗണ്ട് ഇതെല്ലാം കൂടി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ സിനിമയിൽ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഒരു പ്രാരംഭഘട്ടമാണ്. ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ നാടകമാണല്ലോ അതിൻ്റെ മുതുമുത്തച്ഛൻ. അതെ, നാടകത്തിൽ നിന്നാണല്ലോ സിനിമ വന്നത്. അപ്പോൾ ആ കഥകളൊക്കെ കണ്ട് ഇതിവൃത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇങ്ങനെ താമസിക്കുന്നു, കൊള്ളക്കാർ വന്ന് അവരെയൊക്കെ വെടിവെച്ച് കൊന്ന് ഇതൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ ധീരമായി പോരാടി വിജയിക്കുന്നു, കൊള്ളക്കാരെ കീഴടക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇതിവൃത്തം. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ വീഡിയോ കാണണം എന്നുള്ളവർ തീർച്ചയായും നമ്മളുടെ ബാക്കി വീഡിയോ ഇതിലേക്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ലിങ്കിലിടാം അല്ലേ? അതെ, ലിങ്കിലിടാം. ആ ലിങ്ക് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാവർക്കും ഒന്ന് കാണാനും പറ്റുമല്ലോ. അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ കാണണമെന്ന് ഭയങ്കര താല്പര്യമുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിൽ വയ്ക്കാൻ അദ്ദേഹം കണ്ട ഭംഗിയായിട്ട് ശുഭമായിട്ട് അവസാനിച്ചു. നല്ല ആക്ടിങ് ആയിരുന്നു. അത്യാവശ്യം നല്ല സർക്കസ് ഒക്കെ പഠിച്ച ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ അടുത്തതിലേക്ക് നടക്കുക. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന 2 ഫ്രണ്ട്സിനെ കണ്ടില്ലേ? ഇവരാണ് നമ്മൾ അവിടെ വെച്ച് നമ്മുടെ പരിചയപ്പെട്ടല്ലേ? പരിചയപ്പെട്ട ഒറീസക്കാർ. നീ ഓർക്കുന്നില്ലേ? ഓർക്കുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ? യെസ്. ഇതിന് ശേഷം നമ്മൾ കുറേ ഒരു തിയേറ്ററിൻ്റെ ഇതിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ സെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിചാരിക്കുമോ അല്ലേ? ഇല്ല, അതാ. ഒരിക്കലും പറയത്തില്ല കേട്ടോ. ഇനി നമ്മളൊരു അനിമേഷൻ സൂവിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ കുറേ പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഉള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ഷൻ ആണ്. അതായത് നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ച് അനിമേഷനിലുള്ള ജീവികൾ ഇങ്ങോട്ടും പറയും. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് ആകും. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അവരപ്പോൾ അത് ഇമെയിൽ അയച്ചു തരുന്നു നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഇമെയിൽ കിട്ടിയില്ല. ഇനിയിപ്പോൾ സൈസ് ഉള്ള അതിൻ്റെ പ്രശ്നമാണോ ഇതാണോ, നമ്മൾ ഇമെയിലൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നു. കണ്ട ഈ ഒരു സൂവിൽ അപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെയും മുന്നിലേക്ക് നടക്കുക.